അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വയ്ക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് AICC ആസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? बनना चाहिए, कहाँ पर वो मेमोरियल बनेगा? आज अंतिम संस्कार के बाद ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം അദ്ദേഹത്തിന്റെ മൃതദേഹം അകത്തേക്ക് പ്രവേശിക്കുന്നത്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹമുള്ള ആ പെട്ടി അകത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ AICCയിലുള്ള ഇപ്പോഴുള്ളവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെല്ലാവരും തന്നെ ഗേറ്റിനടുത്തേക്ക് വന്ന് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ബന്ധുക്കളാണ്, ഭാര്യയും മകളുമാണ് ആദ്യം എത്തിയത്. അവരെ സോണിയാഗാന്ധി ചേർത്ത് പിടിച്ച് ഈ AICC ആസ്ഥാനത്തിനകത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തിരികെ അവർ മടങ്ങി വീണ്ടും ഗേറ്റിന് മുന്നിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഭൗതികദേഹം അകത്തേക്ക് കൊണ്ടുവരികയാണ്. പൂർണ്ണമായും സൈന്യം നിയന്ത്രിക്കുന്ന ഒരു ചടങ്ങാണ് ഈ മുഴുവൻ സംസ്കാര ചടങ്ങുകൾ. അപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പതിയെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. അങ്കണത്തിനകത്തേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നീട് AICC ആസ്ഥാനത്തിനകത്ത് ഉള്ള ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്ത് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം തുടങ്ങുകയും ചെയ്യും. ഏറെ വികാരനിർഭരമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തോടൊപ്പം കാലം ഇത്രയും പ്രവർത്തിച്ച നേതാക്കൾ പലരുമുണ്ട്, തലമുതിർന്ന പല നേതാക്കളും ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓർമ്മകൾ അത് പലതാകും. ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ, അദ്ദേഹം കാട്ടിയ വഴി, അതൊക്കെ തന്നെ അവരുടെ മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി തെളിഞ്ഞു വരുന്നുണ്ടാവും. നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആ വലിയ കാലത്ത് 91 ഉദാരവൽക്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്തെ തിരികെ പിടിച്ച, ഒരുപക്ഷെ അന്ന് വിദേശ നാണ്യ ശേഖരം 1500 കോടിയിൽ താഴെ മാത്രം എത്തി എന്നതാണ് അന്നത്തെ ഓർമ്മ. അങ്ങനെയെങ്കിൽ അത്രയും താഴേക്ക് പോയ അന്നത്തെ നാണ്യപ്പെരുപ്പം 18% മുകളിൽ നിന്ന കാലത്ത് അമ്പേ കൂപ്പുകുത്തി പരാജയപ്പെട്ടു നിന്ന ഒരു സാമ്പത്തിക നിലയെ തിരികെ ഈ വിധം ഇന്ന് കാണുന്ന തരത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മികച്ച ഇക്കോണമിയായി നമ്മുടെ രാജ്യത്തെ മാറുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വിത്തുപാകിയത് മൻമോഹൻ സിംഗ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നമ്മുടെ രാജ്യത്തെ വഴി കാട്ടിയ, നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിർത്തിയ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഈ വിധം ഇന്ന് കാണുന്ന ഇന്ത്യ എന്നുള്ള തരത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്ന് പറയേണ്ടി വരും. അത്രയേറെ നമ്മുടെ രാജ്യം കടപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗ് അവസാനമായി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ആസ്ഥാനത്തിൻ്റെ അങ്കണത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാർട്ടി ഓഫീസിനകത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അവിടെ പൊതുദർശന ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്യും. ഏതാണ്ട് 1 മണിക്കൂർ സമയമാണ് അവിടെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കൂടി കാണാനുള്ള അവസരമുള്ളത്. അതിനുശേഷം വിലാപയാത്രയായി യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ 11:30 എത്തിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. കൃത്യം 11:45 തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും, പൂർത്തിയാവുകയും ചെയ്യും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര, ഇന്നത്തെ അവസാന യാത്ര അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെ നിന്നുള്ള അദ്ദേഹത്തിന് കിട്ടാവുന്ന സ്നേഹവായ്പകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം യമുനാ തീരത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ അവസാന യാത്രയിലാണ് നമ്മളേറെ കടപ്പെട്ടിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെ സാധാരണക്കാരെ, പാവങ്ങളെയൊക്കെ സ്വാധീനിച്ച എത്രയോ നയപരമായ തീരുമാനങ്ങൾ, എത്രയോ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു നേതാവിന് അദ്ദേഹത്തിന് വിട നൽകുകയാണ് നമ്മുടെ രാജ്യം. SKN. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ AICC ആസ്ഥാനത്ത് അല്പനിമിഷങ്ങൾക്കകം പൊതുദർശനം ആരംഭിക്കും. താൻ പഠിച്ച സാമ്പത്തിക ശാസ്ത്രം ജനകൂടികളുടെ നന്മയ്ക്കും മോചനത്തിനും വേണ്ടി ഉപയോഗിച്ച പ്രധാനമന്ത്രികളിൽ ഏറ്റവും സമുന്നതനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ലോകമറിയുന്ന, താൻ ഹാർഡ്വാർഡ് പോലെ വിദേശ കേംബ്രിഡ്ജ് പോലെ താൻ പഠിച്ച സർവകലാശാലകളിൽ നിന്നൊക്കെ ലഭിച്ച വിദ്യാഭ്യാസം മുഴുവൻ ഇന്ത്യയുടെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ഉപയോഗിച്ചു ഈ പരിണതപ്രജ്ഞനായ രാഷ്ട്രതന്ത്രജ്ഞൻ. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മാത്രമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും ഒരു ധനമന്ത്രി എന്നുള്ള സംശയം പല കോർണറുകൾ ഉന്നയിക്കുമ്പോഴാണ് PV നരസിംഹറാവു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗിനെ നിയമിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ യാത്ര ചരിത്രം രചിക്കുന്ന യാത്രയായി മാറി. മാക്രോ എക്കണോമിക്സിൻ്റെ തലങ്ങളിലേക്ക് തൻ്റെ പാണ്ഡിത്യം അദ്ദേഹം ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യം മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ മുഖമാണ് കണ്ടത്. ദിലീപ് കുമാർ കൂടി തലസ്ഥമായി നമുക്കൊപ്പം ശരിയാണ്. AICC ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് രാജ്യം അദ്ദേഹത്തിന് വിട നൽകുന്നത്. അതുകൊണ്ട് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ AICC ആസ്ഥാനത്ത് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടകത്തിലെ DK ശിവകുമാർ പോലെ സിദ്ധരാമയ്യെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. കേരളത്തിന് വേണ്ടിയുള്ള പ്രതിനിധി പ്രൊഫസർ KV തോമസും AICC ആസ്ഥാനത്തുണ്ട്. അപ്പോൾ AICC ആസ്ഥാനത്ത് സമന്വിതരായ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരോടും ശത്രുതാ മനോഭാവമില്ലാതെ വളരെ ലളിതമായി ജീവിച്ച ഒരു മഹാനുഭാവൻ്റെ യാത്രയ്ക്കാണ് അരങ്ങ് ഒരുങ്ങുന്നത്. ഒരുപക്ഷേ നമ്മുടെ രാജ്യം എങ്ങനെ പോകണമെന്ന ദിശാബോധമുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സാമ്പത്തികമായി നമ്മൾ തകർച്ചയിലേക്ക് മുതലക്കൊപ്പ് കുത്താൻ സാധ്യതയുള്ളൊരു വേളയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾക്ക് പോലും അടിപതറിയ വേളയിൽ ഈ രാജ്യത്തിന് കരുത്തു പകരാൻ തൻ്റെ സാമ്പത്തിക തിരിച്ചറിവ് മുഴുവൻ പ്രയോഗിച്ച മുൻ പ്രധാനമന്ത്രി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു.